രാജു, നീതുവിന്റെ ഡയറിക്കുറിപ്പിൽ അവർ നെല്ലും പച്ചക്കറികളും സ്വന്തമായി കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്താണീ ഭക്ഷ്യോത്പാദനം? മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായി കൃഷിയിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഭക്ഷ്യോൽപാദനം എന്ന് പറയുന്നത്. നമ്മൾ ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിക്കുമ്പോഴുണ്ടാകുന്ന നേട്ടമെന്താണ്? നീതുവിന്റെ വീട്ടിൽ ബാക്കി വന്ന പച്ചക്കറികൾ അമ്മ ചന്തയിൽ കൊണ്ടുപോയല്ലോ. അതാണ് ഉൽപ്പാദനമിച്ചം, സർപ്ലസ് പ്രൊഡക്ഷൻ. വീട്ടാവശ്യത്തിനെടുത്ത ശേഷം ബാക്കി വരുന്നത് വിപണിയിൽ വിൽക്കാൻ കഴിയും. ഇത് കർഷകന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും രാജ്യത്തെ ഭക്ഷ്യലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റമേതാണ്? അതാണ് ഹരിത വിപ്ലവം, ഗ്രീൻ റെവല്യൂഷൻ. എപ്പോഴാണ് ആരംഭിച്ചത്? 1960കളുടെ മധ്യത്തിൽ. എന്തിനായിരുന്നു ലക്ഷ്യമിട്ടത്? ഗോതമ്പ്, നെല്ല് എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ. ഹരിത വിപ്ലവം വിജയിക്കാൻ കാരണമായ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും 3 കാര്യങ്ങൾ. അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ HYV, കൂടുതൽ വിളവ് തരുന്ന വിത്തുകൾ ഉപയോഗിച്ചു. രാസവളങ്ങളും കീടനാശിനികളും ഇവ ഉപയോഗിച്ച് വിളകളുടെ വളർച്ച കൂട്ടുകയും കീടങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്തു. ശാസ്ത്രീയമായ ജലസേചനം, കനാലുകൾ, പമ്പുകൾ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിൽ വെള്ളമെത്തിച്ചു. പാലുൽപാദനം വർദ്ധിപ്പിക്കാനായി ഇന്ത്യയിൽ നടന്ന ഒരു വിപ്ലവമുണ്ടല്ലോ. അതാണ് ധവള വിപ്ലവം, വൈറ്റ് റെവല്യൂഷൻ അഥവാ ഓപ്പറേഷൻ ഫ്ലഡ്. ലക്ഷ്യം രാജ്യത്തെ പാലുൽപാദനം വർദ്ധിപ്പിച്ച് ക്ഷീരവികസനം ഉറപ്പാക്കുക. ആരായിരുന്നു ഇതിന്റെ ശില്പി? ഡോക്ടർ വർഗീസ് കുര്യൻ. ഇതിലൂടെയാണ് അമുൽ പോലുള്ള ക്ഷീര സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടത്. ധാന്യങ്ങൾ, പാൽ എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിച്ചതോടെ ഭക്ഷ്യസുരക്ഷ, ഫുഡ് സെക്യൂരിറ്റി എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങിയല്ലോ. എന്താണ് ഭക്ഷ്യസുരക്ഷ? ഭക്ഷ്യസുരക്ഷ എന്നാൽ എല്ലാ ആളുകൾക്കും എല്ലാ സമയത്തും ആവശ്യത്തിന് ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാവുക, അത് പ്രാപ്യമാവുക, അതിനുള്ള ശേഷിയുണ്ടാവുക എന്നിവയാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ ഗവൺമെന്റ് എന്ത് പ്രധാനപ്പെട്ട സംവിധാനമാണ് ഉപയോഗിക്കുന്നത്? അതാണ് പൊതുവിതരണ സമ്പ്രദായം, PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? സർക്കാർ സംഭരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകൾ വഴി വില കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഭക്ഷണം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. പൊതുവിതരണ സമ്പ്രദായത്തെ പിന്തുണയ്ക്കുന്ന 2 പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയാണ്? താങ്ങുവില MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്. കർഷകർക്ക് അവരുടെ വിളകൾക്ക് ഒരു നിശ്ചിത വില ഉറപ്പാക്കാനായി സർക്കാർ നൽകുന്ന വിലയാണിത്. ബഫർ സ്റ്റോക്ക്, ആവശ്യമുള്ളപ്പോഴോ ക്ഷാമകാലത്തോ വിതരണം ചെയ്യാനായി സർക്കാർ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിനെയാണ് ബഫർ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് പ്രധാനമായും ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനായി നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഏതാണ്? അത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം NFSA, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 ആണ്. ഈ നിയമം ഓരോ പൗരനും ഭക്ഷണം ഒരു അവകാശമായി ഉറപ്പു നൽകുന്നു. ഭക്ഷ്യോത്പാദനത്തിലെ വിപ്ലവങ്ങളെക്കുറിച്ചും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ചും ഈ ചർച്ചയിലൂടെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞു. അതെ, ഉൽപ്പാദനം മുതൽ സുരക്ഷ വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി.